നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണ്. Hello guys, welcome back to my YouTube channel. So first of all, a huge apology. വേറെ ഒന്നിനുമല്ല, ബിക്കോസ് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടിട്ട് അത്ര മാസമായിട്ടുണ്ട്, ലൈക്ക് 1 മന്തോളം ആയിട്ടുണ്ട് ഞാൻ പ്രോപ്പറായിട്ട് നമ്മുടെ ചാനലിലൊന്ന് ഒരു വീഡിയോ ഇട്ടിട്ട്. സോ വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് തിരക്കായിപ്പോയി. തിരക്കെന്ന് പറയുമ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത ഒരു ബിഗ് സ്റ്റെപ്പ്, അതാണ് ഈ കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ ഇവൻ്റ് എന്ന് പറയുന്നത്. സോ അതിനെക്കുറിച്ച് പറയാനും അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഗൈസ്, ബിഫോർ ദാറ്റ് ഒരു ചെറിയ ഇൻട്രോ തരാം ഞാൻ പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച്. സോ എൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യം മുതലേ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ലൈക്ക് ഞാൻ ക്രോഷേ ചെയ്യുന്നുള്ള കാര്യം. ലൈക്ക് എന്താ പറയുക, എൻ്റെ കോളേജ് ലൈഫിലെ എന്താ പറയുക, എന്നെ ഏറ്റവും കൂടുതൽ എന്നെ സർവൈവ് ചെയ്യാൻ സഹായിച്ച ഒരു ചീറ്റ് ഷീറ്റ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ക്രോഷേ എന്ന് പറയുന്നത്. ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ന് വെച്ചാൽ കാണുമ്പോഴേ ഈ ക്രോഷേനകത്തോട്ട് ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്ന കണക്കായിരുന്നു ക്രോഷേ, ഞാനിങ്ങനെ മാഗ്നറ്റ് കണക്ക്. സോ അങ്ങനെയാണ് ഞാൻ ക്രോഷേ ചെയ്യാൻ പഠിക്കുന്നത്. സോ ഞാൻ ആദ്യമായി ക്രോഷേ ചെയ്ത എൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്, ഞാനൊരു ബ്ലോഗ് തന്നെയാണ്. ഞാൻ ബ്ലോഗ് എഴുതുമെന്നുള്ള കാര്യം മിക്കവർക്കും അറിയില്ലായിരിക്കും. സോ ഞാനൊരു ബ്ലോഗ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും ഫോട്ടോസൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാം. സോ യെസ്, അവിടെ നിന്ന് തുടങ്ങിയ ഞാൻ ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു ഭയങ്കര ഒരു സന്തോഷം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് ഞാൻ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ലൈക്ക് വേറൊന്നുമല്ല, ക്രോഷേ തന്നെയാണ്, ക്രോഷേയുടെ ഒരു ബ്രാൻഡ്. ഇപ്പോൾ ക്രോഷേ എന്ന് പറയുന്നത് ഭയങ്കര വൈറലായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അതായത് ഇൻസ്റ്റ തുറന്നാലും യൂട്യൂബ് തുറന്നാലും എന്തോ തുറന്നാലും ക്രോഷേ. സോ ആൾക്കാർ സ്വന്തമായി ചെയ്യാൻ പഠിക്കുന്നു. ലൈക്ക് വർക്ക്ഷോപ്പുകളിൽ ചെന്നിട്ട് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് അങ്ങനെ കുറേ പേര് ഈ ക്രോഷേ ഫീൽഡിലോട്ട് വരുന്നുണ്ട്. സോ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് തുടങ്ങിയിട്ട് നിയർലി ഒരു 4-5 ഇയേഴ്സ് ആയിട്ടുണ്ട് ഞാൻ ക്രോഷേ ചെയ്ത് തുടങ്ങിയിട്ട്. പക്ഷെ അപ്പോഴെല്ലാം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ എസ്കേപ്പ് കാർഡ് മാത്രമായിരുന്നു ക്രോഷേ. എനിക്ക് ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പം ചെയ്യും, സിനിമ കാണുമ്പം ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ ലീഷർ ടൈം എല്ലാം ഞാൻ ക്രോഷേ ആയിരുന്നു. പിന്നെ അതൊരു ഹോബിയായി മാറി. ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഒരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ വരെ ഞാൻ എത്തി നിൽക്കുകയാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ അതെൻ്റെ എന്താ പറയുക, എൻ്റെ ക്ലയൻസ് വഴി എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഞാൻ പെർഫെക്റ്റ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ. കാരണം ഒരു പ്രോഡക്റ്റ് ഞാൻ വിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ സെയിൽ ചെയ്യുമ്പോൾ ലൈക്ക് മാക്സിമം ലവ്, മാക്സിമം എഫേർട്ട് ഇട്ടാണ് ഞാൻ, മാക്സിമം സിൻസിയർ ആയിട്ടാണ് ഒരു പ്രോഡക്റ്റ് ഞാൻ സെല് ചെയ്യുന്നത്. സോ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ എൻ്റെ ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ യെസ്, ത്രെഡ് ടെയിൽസ് എന്നാണ് എൻ്റെ ബ്രാൻഡിൻ്റെ പേര്. സോ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ത്രെഡ് ടെയിൽ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട്. ആൻഡ് അതിനകത്ത് കൂടുതലും ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത് പ്ലഷീസ് ആണ്, ലൈക്ക് ടോയ്സ്, സോഫ്റ്റ് ടോയ്സ് ആണ് ഞാൻ ചെയ്തിട്ടേക്കുന്നത്. പക്ഷേ വിത്ത് ഗോഡ്സ് ഗ്രേസ് എനിക്ക് കുറച്ച് ഓർഡറൊക്കെ കിട്ടിയിട്ടുണ്ട്. ലൈക്ക് ബൊക്കേസ് ചെയ്ത് കൊടുത്തു, ദെൻ കീ ചെയിൻസ്, ബാഗിലിടുന്ന ചാംസ്, പ്ലഷീസ് തന്നെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഓർഡറുകൾ കിട്ടിയതിൽ ഞാൻ ഒരുപാട് താങ്ക്ഫുൾ ആണ്. ബിക്കോസ് എന്നെ പോലുള്ളൊരു സ്റ്റാർട്ടപ്പിന് ഒരു ഓർഡർ ഭയങ്കര ഒരു ലൈഫ് സേവറാണ്. അപ്പം എൻ്റെ ബ്രാൻഡിൽ ഇതുവരെ ഓർഡർ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് നന്ദിയുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാത്തിനും. സോ ഇപ്പോൾ എൻ്റെ ബ്രാൻഡിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനൊക്കെ അത്രയേ ഉള്ളൂ. എൻ്റെ ബ്രാൻഡിൻ്റെ പേജും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കാം. എല്ലാവരും, ഇത് കാണുന്ന എല്ലാവരും ഉറപ്പായിട്ടും ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അതിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ പേജ് ഡു ഫോളോ, സപ്പോർട്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ്സിൻ്റെയൊക്കെ വാല്യൂ, അതായത് ഇമോഷണൽ വാല്യൂ ഒക്കെ അറിയുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ പോലും ജസ്റ്റ് കൺസിഡർ എന്നെയും കൂടെ. സോ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ കയ്യിലതേ ഈ ഒരു സാധനം പിടിച്ചേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും.
അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഒരു മേ ബി ഒരു 1 അവറിനുള്ളിൽ ചെയ്ത ഒരു ഹെഡ് ബാൻഡാണ് ക്രോഷയുടെ. ടൂലിപ്പിൻ്റെ ഡിസൈനാണ് കേട്ടോ വരുന്നത്. സോ ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ആദ്യമായിട്ട് ചെയ്തൊരു പ്രോജക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അതവിടെ ഒന്ന് പ്ലേ ആയിക്കോ. ഇതെന്റെ ഫ്രണ്ടാണ് കേട്ടോ. സോ ഗൈസ്, നമ്മുടെ ഗൗരി ഒരു ലീപ് ഇയർ ഗേൾ ആണ് കേട്ടോ. അതായത് ഇന്ന് മാർച്ച് 1, ഇന്നലെ ഫെബ്രുവരി 28. 29 ഇല്ലായിരുന്നു. അതുകൊണ്ട് ആൾക്ക് ഈ വർഷം ബർത്ത്ഡേ ഇല്ല. പക്ഷെ എല്ലാ വർഷവും ഞാൻ ഇവക്ക് എന്തെങ്കിലുമൊക്കെ ഉടായ്പ കൊടുക്കാറുണ്ട്. കഴിഞ്ഞ വർഷം എന്റെ ഈ ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു വീഡിയോ, ഒരു മാക്രാമയുടെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ പറ്റുമെങ്കിൽ അതും കൂടെ ഒന്ന് ടാഗ് ചെയ്യാം. സോ ഗൈസ്, എനിക്കൊരു ഓർഡർ ഉണ്ട്, ഞാനത് ചെയ്യുവാണ്. എന്നിട്ട് കഞ്ഞി കുടിക്കാൻ വിളിച്ചപ്പ ഹാപ്പി ബർത്ത്ഡേ ഗൈസ്. എന്റെ മുടി ഒന്ന് കുളത്തില്ല. ഇവിടെ പറഞ്ഞത് ഞാൻ സെറ്റപ്പായി ബ്ലോഡറി ഒക്കെ ചെയ്ത് വന്നേനെ. അതുകൊണ്ടാണ് ഞാൻ പറയാൻ. ഞാനത് പറഞ്ഞായിരുന്നു ഇതിന്റെ കൂടെ ഒരു ഇത് കൂടെ ചെയ്യാൻ. ഞാനത് പറഞ്ഞു ഇതിന്റെ കൂടെ ഒരു ബാഗ് കൂടി ചെയ്ത് കൊടുക്കണം. ഇത് വെച്ചൊരു കെട്ടിട ഭയങ്കര ക്രിയേറ്റീവ് ഹെഡാണ്. പണ്ട് തൊട്ടേ ഇങ്ങനെയാണ്. എല്ലാം ഭയങ്കര കഴിവേറി. അവിടെ കഴിവ് കണ്ട് ആൾക്കാർക്ക് സ്തംഭിച്ചു പോയിട്ടുണ്ട് ആൾക്കാരെ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവളുടെ ബിസിനസ് സപ്പോർട്ട് ചെയ്യണം. ആക്ച്വലി ഗൈസ് നല്ല പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ റിവ്യൂ ആയിട്ട് കൂട്ടിയാണ്. നല്ല പ്രോഡക്റ്റ് ആണ്. പിന്നെ എന്താ പറയാ, ഇതിനകത്ത് മൊത്തം ലവാണ്. അറിയാം. എനിക്ക് ക്രോഷയെ പറ്റി എന്നെ ക്രോഷയെ പഠിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ച് ക്ലിനിക്കിലിരുന്ന്. പിന്നെ എനിക്ക് കണ്ണ് കണ്ടുകൂടാ ഒന്നാമത്തെ കാര്യം. പിന്നെ എനിക്ക് പേഷ്യൻസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്കൂടെ പഠിക്കാൻ പറ്റില്ല ഗൈസ്. എനിക്കൂടെ പറ്റത്തില്ല ഇതൊക്കെ ചെയ്യുന്നവരോട് എനിക്ക് ഭയങ്കര അഡ്മിറേഷൻ ഉണ്ട്. കാരണം പേഷ്യൻസ് ഒരു സൈഡിൽ നമുക്ക് പേഷ്യൻസ് ഉണ്ട്. ഐ മീൻ ക്ലിനിക്ക് വരുന്ന പേഷ്യൻസ്. ഇപ്പഴത്തെ സൈഡിൽ ഇവള് ഈ പേഷ്യൻസ് കൊണ്ട് ക്ഷമ അത് വെച്ച് ഇവള് ഇതുണ്ടാക്കും. മൈ ഗോഡ്, ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബിറ്റ്സ് ആഡ് ചെയ്ത് തരാം. ഇവള് ക്ലിനിക്കിൽ ഇരുന്ന് ക്രോഷിയൊക്കെ ചെയ്യും. അത്ര ഡെഡിക്കേഷൻ. പഠിക്കാൻ പോലും സ്ത്രീക്ക് ഇത്ര ഡെഡിക്കേഷൻ ആയിരുന്നു. എക്സാമിൻ്റെ അന്ന് 9 മണി വരെ കിടന്ന സ്ത്രീയാണ്. രാവിലേക്ക് എഴുതിയിരുന്ന് ക്രോഷി ചെയ്യും ഗൈസ്. ഇതൊരു പാഷനേറ്റ് ആയിട്ടുള്ളൊരു കഴിവേറിയാണ്. അവളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഫോളോ ചെയ്താൽ മാത്രം പോരാ, അതിനകത്ത് പോയി ഓർഡർ കൊടുക്കണം. ഓക്കെ, വീണ്ടും പ്രശ്നമായിപ്പോയി. താങ്ക് യു. ഹാവ് എ നെക്സ്റ്റ് ഡേ. സോ ഗൈസ്, എല്ലാം കേട്ടല്ലോ. അവള് അത് വെച്ചുള്ള പ്രകടനങ്ങള് ബാക്കിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എനിവേസ്, ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനൊപ്പം തന്നെ എനിക്ക് ഇങ്ങനെ ഒരു പരിപാടിയും കൂടെ ഒപ്പിക്കണം എന്നൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഇന്നലെ എനിക്ക് ഇവിടെ വന്ന് ഇവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയില്ല. എനിക്കതില് സങ്കടമുണ്ട്, പക്ഷെ കുഴപ്പമില്ല, അത് ഇതിലൊക്കെ മാനേജ് ആയിക്കോളും. എനിവേസ്, സോ അതായിരുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദ മേജർ മൈൽ സ്റ്റോൺ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞ കണക്ക് ക്രോഷേ തുടങ്ങിയപ്പോൾ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല ഇങ്ങനൊരു എന്താ പറയണേ, ഇങ്ങനൊരു പൊസിഷനിൽ ഞാൻ വന്ന് നിങ്ങളോട് നിന്ന് സംസാരിക്കും എന്നുള്ളത്. എനിവേസ്, ഐ ആം ഓൾവേസ് താങ്ക്ഫുൾ ടു ഗോഡ്. സോ ഗൈസ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനും അവളും പറഞ്ഞത് കണക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉറപ്പായിട്ടും ഫോളോ ചെയ്യാം. ഓർഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ എന്നെയും കൂടെ ഒന്ന് പരിഗണിക്കുക. അപ്പം അത്രയേ ഉള്ളൂ. ബൈ. നമുക്ക് ഇങ്ങനെ കിട്ടാം. ബെല്ലി ഡാൻസ് കളിക്കാം. ഇങ്ങനെ കിട്ടാം. ഇങ്ങനെ കിട്ടാം. ഇങ്ങനെ കിട്ടാം. മുടിയൊക്കെ ബ്ലോഡർ ചെയ്തിട്ട്
get ready with makeup with the self crochet. ഇതെന്താ പറയുന്നത്? ഹെഡ് ബാൻഡ്, Headband. ടൂലിപ്പ് ഹെഡ് ബാൻഡ്. Guys, എല്ലാവരും order ചെയ്യണം. ഇത് order ചെയ്യണല്ലേ കേട്ടോ. പൊളി ഓഫ് ഇറ്റ്. Guys, നിങ്ങൾ ഇത് വെച്ച് നടക്കുമ്പോൾ എല്ലാവരും ചോദിക്കും ഇത് എവിടെ നിന്ന് വാങ്ങിച്ചാ? It's ഒരു പേജ് 30s. അതിന് ചേച്ചി എനിക്ക് ഉണ്ടാക്കിയത്. ചേച്ചിയോ? ചേച്ചിക്ക് ആയിട്ടുണ്ടായിരുന്നു. 10 വയസ്സായി. അതിനിവിടെ പ്രസക്തി ഇല്ല. Wow. ഇവൾക്ക് പ്രാന്തായി. ഇവളൊട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാൻ ഇത് കൊടുക്കുമെന്ന്. കാരണം ഇവളുടെ മുന്നിൽ വെച്ചാണ് ഞാൻ ഇത് ചെയ്തത്. ഞാൻ ചുമ്മാ ചണ്ട പെട്ടോ. ഓർഡർ